ആ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ ചെന്നുപെട്ടു. പക്ഷെ അത് തമ്പുരാൻ്റെ ഒരു ഹിതം വരുമെന്ന് എനിക്ക് തോന്നുക അവിടെ പോയത്. അല്ലെങ്കിൽ എനിക്ക് സുഖമായിട്ട് സെമിനാരിൽ കുട്ടികളെ പഠിപ്പിച്ചൊക്കെ കഴിവുകൂടാം. പക്ഷെ അതല്ല, 10-40 സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് എന്നെ ഒരു 1500 കുട്ടികൾ പഠിക്കുന്നു. അതും നാനാജാതി മതസ്ഥരായ കുട്ടികൾ പഠിക്കുന്ന വളരെ വ്യത്യസ്തമായ സംസ്കാരമുള്ള മലബാറിലേക്ക് അവരുടെ ഭാഷയൊക്കെ പ്രത്യേകമാണ്, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞാൻ പോയി, ഞാൻ പഠിപ്പിക്കാൻ പോയതൊന്നുമല്ല. ഞാൻ കാര്യമില്ല, മറ്റേ അച്ഛൻ പകരമായിട്ട് ഒരു പകരക്കാരനായിട്ട് ഞാൻ പോയി എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തമ്പുരാന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ. അങ്ങനെ ഞാൻ പലരോടൊക്കെ ചോദിച്ചിട്ട് അവിടെ തന്നെ എനിക്ക് പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പിറ്റേ വർഷം അതിനോട് വേണ്ടി ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ കയറി. പഠിപ്പിക്കുക മാത്രമല്ല, A-to Z നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ഓഫീസിൽ പോകണം, കുട്ടികളുടെ കാര്യം നോക്കണം, ഭൗതിക സൗകര്യങ്ങളൊക്കെ സംരക്ഷിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം. തന്നെയുള്ള സൗകര്യങ്ങളൊന്നും തീരെ, ഒരു ചെറിയ വീടുണ്ട്, ഇലക്ട്രിസിറ്റി ഇതൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രായമുള്ള പേര് പറഞ്ഞു ചെറുപ്പനായിട്ട് പിടിക്കുന്ന പുള്ളി, അദ്ദേഹവും ചിലപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതോ അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് തനിച്ച് രാത്രിയാകും, ഇരുട്ട്, കറണ്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈ ചാപ്പലിൻ്റെ ഒരു മുറിയിൽ ഞാനിരിക്കും. അവിടെ നിന്ന് പ്രാർത്ഥനയോ പഠനമോ വിളക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടി. ഞാൻ അങ്ങനെ അവിടെ ആ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയി. അപ്പോൾ സ്കൂൾ എപ്പോഴും നാടും നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ്. അവിടെ ധാരാളം പിള്ളേർ വരും. ഈ വരുന്ന കുട്ടികൾക്കൊന്ന് വേണ്ടത് സംസ്കാരം എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അവർക്ക് അവരുടെ സംസ്കാരമുണ്ട് എന്നുള്ള പ്രത്യേകത. അപ്പോൾ അധ്യാപകരുണ്ട്, 2500ഓളം കുട്ടികളുള്ള ഒരു വലിയ സ്കൂൾ. അവിടെ ഞാൻ കയറി ചെന്നപ്പോൾ കണ്ട അനുഭവങ്ങളൊക്കെ വളരെ വ്യത്യാസമാണ്. ഈ നാട്ടിലൊക്കെ ഇല്ലാത്ത ഒന്ന് അവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പാർട്ടിക്കാരുടെ പിണിയാളുകളാണ് ഈ കുട്ടികൾ. പള്ളിക്കൂടം എന്ന് പറയുന്നതിന് ഒരു പാർട്ടിക്കൂടം എന്ന് പറയുന്നത് അതിശയം. അങ്ങനെ ഞാൻ അവരുടെ കൂടെയൊക്കെ നടന്നു. ആദ്യമൊക്കെ നോക്കിയപ്പം ഒരു തരത്തിൽ ദഹിക്കാത്ത കാര്യങ്ങളാണ്.